ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൻ. ഇന്ന് ഞാനൊരു പോള റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി അതിൻ്റെ ഫില്ലിങ് ഞാൻ റെഡിയാക്കുകയാണ്. സവാള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കുകയാണ്. അതിൽ ഉപ്പും ചേർത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫില്ലിങ് ഞാൻ പറയേണ്ടതില്ലല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്നതല്ല. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കുക. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾ, മുളക്, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്തിട്ടുണ്ട്. എന്നോട് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഞാൻ പോള റെഡിയാക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിന് വേണ്ടി ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ 5 മുട്ടയെ ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ മുട്ട ഫുള്ളായിട്ടും ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പോളകൾ പലതരം പോളകളും ഇല്ലേ, പല വെറൈറ്റി പോളകളും ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് മാഗി പോളയാണ്. ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഞാനിതിലേക്ക് കുറച്ച് മാഗിയാണ് ചേർക്കുന്നത്. ഞാൻ ചെറിയ പാക്കറ്റ് മാഗിയില്ലേ, അത് 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 5 മുട്ടക്ക് 2 പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്. അപ്പോൾ മാഗി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. 2 പാക്കറ്റ് മാഗി ഫുള്ളും എടുത്തിട്ടില്ല, അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് പോള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പോളപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. എല്ലായിടത്തും ഞാൻ ഓയിൽ സ്പ്രെഡാക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാൻ, അല്ലെങ്കിൽ അടിയിൽ വേറൊരു പാൻ വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ പാനൊന്നും വെക്കുന്നില്ല, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ പോള ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ റെഡിയാക്കി വെച്ച ഇതുണ്ടല്ലോ പോളൻ്റെ മിക്സ്, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കുകയാണ്. എല്ലായിടത്തും ആ നേരത്തിലൊന്ന് നിരത്തി കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഈ പോള കഴിക്കാൻ. ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് ഇത് വോയിസ് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മേലെ ഒരു പീസ് തക്കാളി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടിയാണ് വെക്കുന്നത്. ഇതെല്ലാം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം.
അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ കറിവേപ്പിലയും തക്കാളിയും കൂടി ഡെക്കറേറ്റിനായി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് വേണമെന്നില്ല, വേഗം റെഡിയായി കിട്ടും ഇത്. കണ്ടില്ലേ, നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കുത്തി നോക്കുന്നുണ്ട്, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാനിലേക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് മാത്രം മതി. പാനിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോഴത്തേക്കന്നെ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും. അടിഭാഗമൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എൻ്റെ പോള നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല കണ്ടില്ലേ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല വീഡിയോ ഇട്ട് കാണാം. അസ്സലാമു അലൈക്കും.